ഒരാഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര പൂന സ്വദേശികളെ 48കാരനായ ദത്താതി കൊന്തിബ ബമ്മൻ, സഹോദരൻ 45കാരനായ മുക്തിദ കൊന്തി, സഹോദരി മുക്തിദ കൊന്തിബ ബമ്മൻ എന്നിവരെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ സഹോദരൻ മരണപ്പെട്ടതാകാം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. ചികിത്സയുടെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവർ കേരളത്തിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ. തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള സ്വകാര്യ ഹോട്ടലിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിയെ കിടക്കയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുറിയിൽ നിന്നും ഒരു കുറിപ്പും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. തങ്ങൾ അനാഥരാണെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകരുത് എന്ന് എഴുതിവെച്ച ഒരു കുറിപ്പാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാവിലെ 8 മണിയോടെ ഹോട്ടൽ ജീവനക്കാർ റൂമിൽ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8 മണിക്ക് ചായയുമായി എത്തണമെന്ന് ഇവർ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഭിന്നശേഷിക്കാരിയ സഹോദരിക്കൊപ്പമാണ് സഹോദരൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. തുടർന്ന് ചികിത്സയ്ക്ക് പിന്നാലെ ഇവർ മടങ്ങിപ്പോയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരവും ഇവർ പുറത്തു പോയതായിട്ടുള്ള വിവരങ്ങളാണ് ഹോട്ടൽ ജീവനക്കാർ പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലത്തെ ചായ അടക്കമുള്ള ഭക്ഷണത്തിന് റിസപ്ഷനിൽ ഇവർ ഓർഡർ ചെയ്തിരുന്നു എന്ന് വിവരങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് രാവിലെ ചായയുമായി ഹോട്ടൽ ജീവനക്കാർ ഇവരുടെ മുറിയിൽ തട്ടി വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. തുടർന്നുള്ള പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് തമ്പാനൂരിലെ തന്നെ ലോഡ്ജിൽ യുവതിയെ കൊന്ന യുവാവ് മരണപ്പെട്ട വാർത്തകളും പുറത്തു വന്നത്. വെയ്യാട് സ്വദേശികളെ കുമാർ, ആശ എന്നിവരാണ് അന്ന് മരണപ്പെട്ടതായിട്ട് വിവരങ്ങൾ. കുമാർ ഒരു സ്വകാര്യ ചാനലിലെ ക്യാമറാമാൻ ആയിരുന്നു. ഇരുവരെയും മുറിക്ക് പുറത്ത് കാണാതായതോടെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങളടക്കം കണ്ടെത്തിയത്. ആശയുടെ കഴുത്തിന് പരിക്കേറ്റിരുന്നു. മാത്രമല്ല, തുടർ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തിരുവനന്തപുരം വെയ്യാട് സ്വദേശികളെ കുമാർ, ആശ എന്നിവരെയാണ് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിലായിരുന്നു സംഭവം. വിവാഹബന്ധം വേർപെടുത്തിയ കുമാറുമായി പ്രണയത്തിലായിരുന്നു 2 മക്കളുടെ അമ്മയായ ആശ. സംഭവത്തിന്റെ തലേ ദിവസം രാവിലെ തന്നെ 5:30യോടെ ആശ വീട്ടിൽ നിന്നും പുറത്തു പോയതായിട്ടാണ് ആശയുടെ ഭർത്താവ് പറയുന്നത്. തുടർന്ന് രാത്രിയായിട്ടും കാണാതായതോടെ വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് ഭർത്താവ് നൽകിയായിരുന്നു. അതേസമയം ആശയെ കൊലപ്പെടുത്തി കുമാരൻ മരണപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ചാനലിലെ ജീവനക്കാരെ ടൂറിസ്റ്റ് ഹോം ഉടമ ഷൂട്ടിംഗിന്റെ കാര്യത്തിന് രാവിലെ കുമാറിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല. പിന്നാലെ മുറിയിലെത്തി മുട്ടി വിളിച്ചിട്ടും തുറക്കാത്തത് കൊണ്ട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി 7 മണിയോടെ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു. വാതിലിന് എതിർവശത്താണ് ആശയുടെ മൃതദേഹം കാണപ്പെട്ടത്. അതേസമയം കട്ടിലിന് സമീപത്ത് കുത്താൻ ഉപയോഗിച്ച കത്തിയടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. മുറിയിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും ആശയുടെ ദേഹത്ത് ക്ഷതമേറ്റ പാടുകളടക്കം കണ്ടെത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. ആശയും മുറിയിൽ ഉണ്ടാകുമെന്ന് തന്നെ ലോഡ്ജ് ഉടമ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ആശ ലോഡ്ജിൽ എത്തുന്നത്. പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ജോലിക്ക് പോയി ആശ തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെ ഭർത്താവ് സുനിൽ വൈകുന്നേരം അന്വേഷണവും നടത്തിയിരുന്നു. തുടർന്ന് സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണെന്ന് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. സുനിലിന്റെ പരാതി അനുസരിച്ചാണ് രാത്രി 11 മണിക്ക് വിളപ്പിൽശാല പോലീസ് കേസെടുത്തത്. കുമാർ ഭാര്യയുമായി പിരിഞ്ഞ് 4 വർഷത്തിലേറെയായി താമസിക്കുന്നു. ഏകമകൻ ഭാര്യയുടെ അച്ഛന്റെയും സംരക്ഷണത്തിലാണ് വളരുന്നത്. ആശയുടെ ഭർത്താവ് സുനിൽ കുമാർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട് എന്ന വിവരങ്ങളാണ്. അതേസമയം കൊല ആസൂത്രണം നടത്തിയെന്നാണ് വിവരങ്ങൾ. ആശയെ കുമാർ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവിടെ മുറിയെടുത്ത ശേഷം ഇരുവരും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിയ ആശ ഭക്ഷണവും വസ്ത്രങ്ങളും അടങ്ങിയ ബാഗും കയ്യിൽ കരുതിയിരുന്നു. നിറയെ വസ്ത്രങ്ങളുമായി ഇവർ നാടുവിട്ടു പോകാനായി തീരുമാനിച്ചിരിക്കാം എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും 3 വർഷം മുമ്പ് പ്രണയത്തിലാകുന്നത് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല എന്നാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.